ഹായ് കേരറ്റ്സ് and വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 2026 ഇന്ത്യൻ ആർമി റാലിയുടെ എല്ലാ ട്രെൻഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫോം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. എങ്ങനെ ഫോം ഫില്ല് ചെയ്യാം, ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ആൾറെഡി ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ കാണുക. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു സമയത്ത്. കാരണം AROയിൽ പോയിട്ട് പിന്നെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. റാലി കഴിഞ്ഞിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു സമയത്ത് സൈറ്റ് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കറക്ഷൻ നല്ല രീതിയിൽ നടക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത ഒരു കേഡറ്റ് ആണെങ്കിൽ വീഡിയോ ഫുൾ കാണുക. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. പിന്നെ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ കറക്ഷൻ ചെയ്യുക. മിസ്റ്റേക്ക് പറ്റിയിട്ടില്ല എങ്കിൽ വെൽ ഡൺ. നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ആൻഡ് ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. 2026 ഇന്ത്യൻ ആർമി റാലിയിലേക്കുള്ള എല്ലാ ട്രേഡിൻ്റെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആലൻ ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ആയിരിക്കും. വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എല്ലാ ദിവസവും ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ രാവിലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും വെയിറ്റ് ട്രെയിനിങ് സെക്ഷൻ ലഭിക്കുന്നതായിരിക്കും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഏത് ചൂസ് ചെയ്താലും 2026 നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഗൂഗിളിൽ ചെന്നിട്ട് നിങ്ങൾ joinIndianArmy.nic.in എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും. ഇതിന് മുന്നേ തന്നെ ഒരു ക്യാപ്ച കോഡിൻ്റെ പേജ് ലഭിക്കും. അവിടെ നിങ്ങൾ കാണുന്ന ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. പിന്നെ എൻ്റർ വെബ്സൈറ്റ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം JCO/OR അഗ്നിവീർ അപ്ലൈ ലോഗിൻ. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഫോം ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഈ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾ ആൾറെഡി അപ്ലൈ ചെയ്തൊരു കേഡറ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ യൂസർ നെയിമും പാസ്വേഡും ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിം, പാസ്വേഡ്, ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അതായത് ചെക്ക് എലിജിബിലിറ്റി നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഏതൊക്കെ ട്രേഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏജ് ലിമിറ്റ് അനുസരിച്ച്. എന്നിട്ട് ഏത് ട്രേഡിനാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ സെപ്പറേറ്റ് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. 2026 ആർമി റാലിയുടെ കാര്യം പറഞ്ഞാൽ ഒരു കേഡറ്റിനെ 2 ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾ ആർമി GDക്ക് അപ്ലൈ ചെയ്യണം. രണ്ടാമത് പിന്നെ നിങ്ങൾ എന്താണ് ടെക്നിക്കൽ എന്നൊരു ട്രേഡിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ചെയ്യാം. ക്ലർക്കിന് വേണമെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യാം. കേട്ടോ കുട്ടികളെ. പിന്നെ NA എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആണ്. അത് അഗ്നിവീർ വരുന്നതല്ല. അപ്പോൾ നിങ്ങൾ 3നും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 3 ഫോം ഫില്ല് ചെയ്യേണ്ടി വരും. ഓരോ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചാർജ് 250 രൂപ ആവുന്നതായിരിക്കും. ക്ലിയർ ആയാലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ അക്കാഡമിയിലെ ഫോൺ നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് വരും. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ എല്ലാ ഡോക്യുമെൻറ്റും ഉണ്ടായിരിക്കണം. ആ ഡോക്യുമെൻ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ കുട്ടികളെ, ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. പിന്നെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. വെള്ള പേപ്പറിൽ സിഗ്നേച്ചർ ചെയ്തതിനു ശേഷം അത് സ്കാൻ ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതേപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊണ്ടുപോകണം. അതും നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ സൈസ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടിൻ്റെയും സൈസ് ഡിഫറൻ്റ് ആണ്. 5 KB to 10 KB. ഇവിടെ 5 KB to 20 KB. ക്ലിയർ? അതിനുശേഷം ആധാർ കാർഡിൻ്റെ ലിങ്ക്ഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. കാരണം OTP വരുന്നതായിരിക്കും. ഇമെയിൽ ID കൊണ്ടുപോവുക. അതും ആക്റ്റീവ് ഇമെയിൽ ID ആയിരിക്കണം. യൂസർ നെയിം ഇവിടെ നിങ്ങൾക്ക് മെയിൽ ID ആണ് ലഭിക്കാൻ പോകുന്നത്. മനസ്സിലായ കുട്ടികളെ? അതുകൊണ്ട് മെയിൽ ID നിങ്ങളുടെ സ്വന്തമായിരിക്കണം. ഫോൺ നമ്പർ നിങ്ങളുടെ സ്വന്തമായിരിക്കണം. കഫേയിൽ ഏതെങ്കിലും സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഫോൺ നമ്പറോ അതേപോലെ തന്നെ മെയിൽ ID നിങ്ങൾ അവിടെ ആഡ് ചെയ്യരുത്. ക്ലിയർ? പിന്നെ 10ാം ക്ലാസ്സിൽ മാർക്ക് ഷീറ്റ് കൊണ്ടുപോകണം. അതേപോലെ തന്നെ അഡ്രസ്സ് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. പിന്നെ ഇവിടെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷനിൽ കൊണ്ടുപോകണം. ഇത്രയും ഡോക്യുമെൻറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കണം. കഫേയിലിട്ട് പോയി നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഫോണിൽ പരമാവധി ചെയ്യാതിരിക്കുക. ലാപ്ടോപ്പ് ത്രൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കേട്ടോ കുട്ടികളെ? ഈ ഒരു കണ്ടിന്യൂ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യണം. പിന്നെ എൻ്റർ വെബ്സൈറ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഈ പേജ് വരുന്നതായിരിക്കും. താഴെ നിങ്ങൾക്ക് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് വരും. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാം. ആധാർ നമ്പർ അതുപോലെ തന്നെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്. ഈ 2 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ചൂസ് ചെയ്യുന്നത് കുട്ടികളെ ആധാർ കാർഡ് ത്രൂ ആണ്. അപ്പോൾ ഞാൻ ആധാർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. അതിനുശേഷം കൺഫേം ചെയ്യും. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും.
പിന്നെ ഓക്കെ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഈ ക്യാപ്ച കോഡ് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് വരും. നിങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പറിൽ OTP വരുന്നതായിരിക്കും. ആ ഒരു OTP ഇവിടെ മെൻഷൻ ചെയ്യണം. പിന്നെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിജി ലോക്കർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറിൻ്റെ അപ്ഡേറ്റ്സും കാണാം. ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ടിക്ക് ചെയ്യണം. ടിക്ക് ചെയ്തിട്ട് അലവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ ഡിജി ലോക്കർ പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്നതായിരിക്കും. ക്ലിയർ? ഇതിനുശേഷം ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യണം. ആധാർ കാർഡിലുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ വരുന്നതായിരിക്കും. ചില സ്ഥലങ്ങളിൽ MD ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഫില്ല് ചെയ്യണം. ചില ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി വരും. കാരണം ആധാർ കാർഡിൽ ആൾറെഡി നമ്മൾ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഡിജി ലോക്കറുമായിട്ട് അറ്റാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് വരുന്നതായിരിക്കും. എവിടെയാണോ MD ആയിട്ട് കാണുന്നത് അവിടെ നമ്മൾ ആ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. ക്ലിയർ? ഇത് ഞാനൊന്ന് വലുതാക്കി കാണിക്കാം. നോക്കൂ, ഇതേ രീതിയിലുള്ള പേജാണ് വരുന്നത്. പേഴ്സണൽ ഡീറ്റെയിൽസ്, ഡൊമിസൈൽ സ്റ്റേറ്റ് ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്യണം. ആധാർ കാർഡ് നമ്പറൊക്കെ അവിടെ വന്ന് കിടക്കും. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയാം, ഇതിനകത്ത് ഞാൻ ഇവിടെ ഫില്ല് ചെയ്യൂ ഇവിടെ ഫില്ല് ചെയ്യൂ എന്ന് ഞാൻ പറയും. അത് ഞാൻ പറയുന്നതിനിടയിൽ അങ്ങ് പറഞ്ഞു പോകുന്നതാ കേട്ടോ. ചിലതൊക്കെ എന്താണ് ആൾറെഡി ഇവിടെ വന്ന് കിടക്കും, ആധാർ കാർഡുമായിട്ട് ലിങ്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞു പോകും ഇവിടെ ഫില്ല് ചെയ്യുന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം എന്താണെന്നത്. ക്ലിയർ അല്ല കുട്ടികളെ? അതിനുശേഷം നിങ്ങളുടെ നെയിം, പിന്നെ ഇസ് യുവർ നെയിം ഇൻ ആധാർ ഈസ് സെയിം ആസ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്. അതായത് ആധാറിലുള്ള നിങ്ങളുടെ പേരും മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലുള്ള പേരും സെയിം ആണോ? സെയിം ആണെങ്കിൽ എസ് എന്ന് കൊടുക്കുക. അപ്പോൾ താഴോട്ട് വരുമ്പോൾ പിന്നെയും നിങ്ങൾക്ക് ബാക്കി അപ്ഡേറ്റ്സ് കാണാം. പിന്നെ കെയർ ഓഫ് നിങ്ങളുടെ ആധാർ കാർഡിൽ കാണും, അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. ഫാദർ നെയിം, മദർ നെയിം, ജെൻഡർ മെയിൽ ആണോ ഫീമെയിൽ ആണോ മെൻഷൻ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്യണം. പിന്നെ ഇസ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ ആധാർ, അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ കാർഡിൽ കൊടുത്തിരിക്കുന്നതും 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലും സെയിം ആണോ? സെയിം ആണെങ്കിൽ നിങ്ങൾ എസ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ മെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക. ഈ ഒരു ബോക്സിനകത്ത് ടിക്ക് ചെയ്യുക, ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. പിന്നെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം OTP ആൾറെഡി സെൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മെയിൽ IDയിലോട്ട്. ഓക്കെ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. നിങ്ങളുടെ ജിമെയിലിൽ വന്ന OTP നിങ്ങളിവിടെ എൻ്റർ ചെയ്യണം. ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ക്ലിയർ അല്ല കുട്ടികളെ? ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിനുശേഷം നമ്മൾ എന്താണ് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന രീതിയിൽ ഇതേ രീതിയിലൊരു പേജ് വരും. ഇവിടെ നിങ്ങൾക്ക് 4 ഓപ്ഷൻ കാണാവുന്നതാണ്. 4 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 4 ഫോർമാറ്റ് ആയിട്ട് കാണാവുന്നതാണ്. പേഴ്സണൽ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, ഇവിടെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, പിന്നെ പാസ്വേഡ് റിക്വയർമെൻറ്റ്സ്. ഇത് ഓരോരോ ഷിഫ്റ്റായിട്ട് ഞാൻ എടുത്ത് കാണിക്കാം. ഇത് 4ഉം കൂടി ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് അവിടെ സ്ലൈഡിൽ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം. ഓരോന്നും നമ്മൾ തീർച്ചയായിട്ടും ഫില്ല് ചെയ്തിരിക്കണം. ഫസ്റ്റ് ആണ് പേഴ്സണൽ ഡീറ്റെയിൽ, ഇൻഡിവിജ്വൽ നെയിം, പിന്നെ കെയർ ഓഫ്, നേരത്തെ പറഞ്ഞ കണക്ക് ചിലതൊക്കെ വന്ന് കിടക്കും. ഓക്കെ. പിന്നെ ഫാദർ നെയിം, മദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മാരീഡ് സ്റ്റാറ്റസ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. ഹൈറ്റ് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. അതിനുശേഷം നേരെ താഴോട്ട് വരുമ്പോൾ ബാക്കി അപ്ഡേറ്റ് കാണാം. മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, ആധാർ കാർഡ് നമ്പർ ത്രൂ ആണോ? യെസ്, ആധാർ കാർഡ് നമ്പർ ത്രൂ ആണ് നമ്മൾ ഫോം ഫില്ല് ചെയ്യാൻ പോകുന്നത്. പിന്നെ ആധാർ നമ്പർ ഇവിടെ മെൻഷൻ, ഡൊമസൈൽ സ്റ്റേറ്റ് മെൻഷൻ ചെയ്യണം, ഡൊമസൈൽ ഡിസ്ട്രിക്ട് മെൻഷൻ ചെയ്യണം, ഡൊമസൈൽ തഹസിൽ ഇവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ. സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, ഡൊമസൈൽ ഇത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ മെൻഷൻ ചെയ്തിരിക്കണം. ബാക്കിയെല്ലാം വന്ന് കിടക്കും അവിടെ. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നോക്കൂ കുട്ടികളെ, ഈ ബോക്സിനകത്ത് ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസും പാസ്വേഡ് റിക്വയർമെൻറ്റുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലിയർ? മനസ്സിലായാലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ കോൺടാക്ട് ചെയ്യണം കേട്ടോ കുട്ടികളെ. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, ക്വാളിഫയിങ് കോഴ്സ് ഇവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. 10th എങ്കിൽ 10th, 12th എങ്കിൽ 12th. അപ്പിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ അപ്പിയറിംഗ് എന്ന് മെൻഷൻ ചെയ്യണം. പാസ്ഡ് ആണെന്നുണ്ടെങ്കിൽ പാസ്ഡ് എന്ന് മെൻഷൻ ചെയ്യണം. പിന്നെ മെട്രിക്കുലേഷൻ /10th ബോർഡ് ആണെന്ന്, ഏത് ബോർഡിലാണ് നിങ്ങൾ പഠിച്ചത് ഇവിടെ നിങ്ങൾ സെലക്ട് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് ബോർഡ് ആണെന്നുണ്ടെങ്കിൽ ഏതാണോ നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് ബോർഡാണ്. അപ്പോൾ സ്റ്റേറ്റ് ബോർഡ് എന്ന ഓപ്ഷൻ വരും. അപ്പോൾ അതിന് താഴെ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. സ്റ്റേറ്റിനകത്ത് ഇവിടെ നിങ്ങൾ കേരള എന്ന സ്റ്റേറ്റ് മെൻഷൻ ചെയ്യണം. പിന്നെ മെട്രിക്കുലേഷൻ റോൾ നമ്പർ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യണം. ആർ യു റീമസ്റ്ററിംഗ് കാൻഡിഡേറ്റ്? എസ് എങ്കിൽ എസ് കൊടുക്കുക, നോ എന്ന് നോ കൊടുക്കുക. നോ ആയിരിക്കും മിക്കവരും. റീമസ്റ്ററിംഗ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ ആർമിയിലൊക്കെ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത്, അതായത് നേരത്തെ സെലക്ഷൻ കിട്ടി പോയതിനു ശേഷം ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയതിനു ശേഷം ഏതെങ്കിലും ഫിസിക്കലി പ്രോബ്ലത്തിലോ മെഡിക്കൽ പ്രോബ്ലത്തിലോ അവിടെ നിന്ന് തിരിച്ചു വന്ന കേഡറ്റ് കാണുമല്ലോ, അവർ ഒന്നുകൂടി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേഡറ്റോട് എസ് എന്ന് മെൻഷൻ ചെയ്യണം. അങ്ങനെയുള്ളവരാണ് റീമസ്റ്ററിംഗ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? നോ എന്ന് മെൻഷൻ ചെയ്യുക, എസ് എങ്കിൽ എസ് എന്ന് കൊടുക്കുക. മിക്കവരും നോ തന്നെ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ആണ് പാസ്വേഡ് റിക്വയർമെന്റ്സ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ബോക്സ് ആയിരിക്കുകയാണ്. ഇവിടെ യൂസർ നെയിം നിങ്ങളുടെ മെയിൽ ID ആണ്, അത് വന്ന് കിടക്കും. അതിനുശേഷം പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. പാസ്വേഡ് ഒന്നുകൂടെ മെൻഷൻ ചെയ്യണം. കൺഫേം പാസ്വേഡ് കൊടുക്കണം. 8 ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം, സ്മാൾ ലെറ്റർ ഉണ്ടായിരിക്കണം, പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഉണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം സേവ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിയർ? കുട്ടികളെ, ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. യു ആർ നൗ രജിസ്റ്റേർഡ് വിത്ത് ജോയിൻ ഇന്ത്യൻ ആർമി വെബ്സൈറ്റ്. ഗോ ടു ഹോം എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം.
അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ, ഇനി നമ്മൾ എന്താണ് ഫോം ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഓക്കെ എന്നൊരു ഓപ്ഷൻ വരും, അതിനകത്ത് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഇവിടെ എല്ലാ ഡീറ്റെയിൽസ് ഓൾറെഡി വന്ന് കിടക്കും. ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അനുസരിച്ച് ഏതൊക്കെ ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന. നോക്കൂ, ചെക്ക് എലിജിബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണും. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ ഞാൻ ഫില്ല് ചെയ്ത് നമ്മുടെ അക്കാഡമിയിലെ ഒരു പെൺകുട്ടിയുടെ ഫോം ആയിരുന്നു. അതുകൊണ്ട് ആ ഒരു കുട്ടിക്ക് വുമൺ MB മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ട്രേഡിനാണോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഏജും അനുസരിച്ച് ഏതിനൊക്കെ പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ ഇതേ രീതിയിൽ ഇവിടെ വന്ന് കിടക്കും. റൈറ്റ് സൈഡിൽ അപ്ലൈ എന്നും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാവുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ട്രേഡിനൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 4 ട്രേഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 2 എണ്ണത്തിനെ പറ്റത്തുള്ളൂ. അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്യണം. കൂടുതലും പേരും സെലക്ട് ചെയ്യുന്ന ട്രേഡ് ആർമി GDയും ട്രേഡ്സ്മാനുമാണ്. രണ്ടാമത്തെ പ്രയോറിറ്റിയിൽ ആർമി GDയും ടെക്നിക്കലുമാണ്. മൂന്നാമത്തെ പ്രയോറിറ്റിയിൽ മിക്കവരും ചൂസ് ചെയ്യുന്ന ആർമി GDയും ക്ലർക്കും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചൂസ് ചെയ്തിരിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. സെപ്പറേറ്റ് വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഏത് ട്രേഡാണ് ഇന്ത്യൻ ആർമിയിൽ ഏറ്റവും ബെസ്റ്റ് എന്നതിനെക്കുറിച്ച്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്ലൈ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ എന്നൊരു ഓപ്ഷൻ വരും, ഓക്കെയിൽ ക്ലിക്ക് ചെയ്യണം. ഇനി നമ്മൾ ഓരോ കാര്യങ്ങളും ഫില്ല് ചെയ്യാൻ പോവുകയാണ് കേട്ടോ കുട്ടികളെ. പിന്നെ കണ്ടിന്യൂ ഓപ്ഷൻ വരും, കണ്ടിന്യൂയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇനി ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ഒത്തിരി ഡീറ്റെയിൽസ് എല്ലാം വന്ന് കിടക്കും, കാരണം ആൾറെഡി നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് എല്ലാം എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇവിടെ നിങ്ങൾക്ക് കാണാം പേഴ്സണൽ ഇൻഫർമേഷൻ, കമ്മ്യൂണിക്കേഷൻ, പിന്നെ മിസ്ലിനിയസ് ഡീറ്റെയിൽ, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, എക്സാം സെൻറ്റർ, ഇതെല്ലാം നമ്മൾ ഇനി ഫില്ല് ചെയ്യാൻ പോവുകയാണ്. കാര്യങ്ങളൊക്കെ വന്ന് കിടക്കും. ഇവിടെ ഏതൊക്കെയാണ് ഇല്ലാത്തത് അതെല്ലാം നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾ മെൻഷൻ ചെയ്യണം. റിലിജിയൻ ഇവിടെ മെൻഷൻ ചെയ്യണം. ക്ലാസ് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ക്ലാസ് മെൻഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതേ രീതിയിലൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഇവിടെ സൗത്ത് ഇന്ത്യൻ ക്ലാസ്സസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ബാക്കി ജെൻഡർ, പിന്നെ ഹൈറ്റ്, മാരിഡ് സ്റ്റാറ്റസ്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, പിന്നെ ആധാർ കാർഡ് നമ്പർ, കൺഫേം ആധാർ നമ്പർ എല്ലാം ഇവിടെ നിങ്ങൾ കാണാം. ഇതെല്ലാം ഫില്ല് ചെയ്യണം. എവിടെയാണ് MD ആയിട്ട് കിടക്കുന്നത് അവിടെ നിങ്ങൾ ഫില്ല് ചെയ്യുക. ചിലതൊക്കെ ഓൾറെഡി വന്ന് കിടക്കും. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ നിങ്ങൾ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതേ രീതിയിൽ തന്നെ വേണം വരേണ്ടത്. ഫോട്ടോ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം അപ്ലോഡ് ചെയ്യേണ്ടത്. താടിയൊന്നും വെച്ചിട്ട് ഫോട്ടോ എടുക്കരുത്, ക്യാപ്പ് വെക്കരുത്. പ്രോപ്പറായിട്ട് ഷേവ് ചെയ്ത് ഡിസിപ്ലിനായിട്ട് ഹെയർ കട്ട് ചെയ്ത് വേണം നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. കാരണം ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? ഇതേ രീതിയിലായിരിക്കും കാണാൻ പറ്റുന്നത്. സൗത്ത് ഇന്ത്യൻ ക്ലാസ്സസ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിയർ ആയാലോ കുട്ടികളെ? പേഴ്സണൽ ഇൻഫർമേഷൻ ഒന്നുകൂടി ഇവിടെ ഞാൻ കാണിക്കുകയാണ്. പിന്നെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം അതിനുശേഷം നെക്സ്റ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്. നോക്കൂ കുട്ടികളെ, ഇനി നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസിനകത്തോട്ട് പോവുകയാണ്. അതായത് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മെത്തേഡാണുള്ളതെന്ന് അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങളുടെ അഡ്രസ്സ്, അപ്പോൾ പെർമനൻറ്റ് അഡ്രസ്സ് ഏതാണോ അത് പ്രോപ്പറായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. കറസ്പോണ്ടൻസ് അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. പെർമനൻറ്റ് അഡ്രസ്സ്, ഹൗസ് നമ്പർ, അഡ്രസ്സ്, വില്ലേജ്, സിറ്റി, ടൗൺ എല്ലാം നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഇവിടെ നിങ്ങളെല്ലാം മെൻഷൻ ചെയ്യണം. അത് പെർമനൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെയും വന്ന് വീഴുന്നതായിരിക്കും കറസ്പോണ്ടൻസ് അഡ്രസ്സ് ആയിട്ട്. നിങ്ങൾക്ക് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഇതേ സെയിം സ്ലൈഡ് തന്നെയാണ്, ഒന്ന് ഞാൻ വലുതാക്കി കാണിച്ചതാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഒന്നുകൂടി കാണാം ഈ അപ്ഡേറ്റ് എല്ലാം തന്നെ. ഇവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ കുട്ടികളെ. ഇതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യണം. ഡൗട്ട് ഒന്നും വരുത്തില്ല, സിമ്പിൾ കാര്യങ്ങളാണ്. നിങ്ങൾ പിൻകോഡ്, പോലീസ് സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, ടെലിഗ്രാം ഓഫീസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പോസ്റ്റ് ഓഫീസ്, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ആണ് മിസ്ലിനിയസ് ഡീറ്റെയിൽസ്. ഇവിടെ നോക്കൂ, നിങ്ങളൊരു സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുക. NC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കാം. ഇവിടെ നിങ്ങൾ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഇതേ രീതിയിൽ സ്പോർട്സ് പൊസിഷൻ, സ്പോർട്സ് ലെവൽ, ഇതേ രീതിയിൽ വരുന്നതായിരിക്കും. അത് ഏത് പൊസിഷനാണോ നിങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് A ആണോ B ആണോ C ആണോ ഏത് സർട്ടിഫിക്കറ്റ് ആണെന്ന് വെച്ചാൽ അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം അതിന് താഴെ തന്നെ നിങ്ങളുടെ റിലേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ എസ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് വരുന്ന അപ്ഡേറ്റ് ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്. ക്വാളിഫയിങ് കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ അത് മെൻഷൻ ചെയ്യുക. ഏത് ബോർഡാണോ അത് മെൻഷൻ ചെയ്യുക. ഇയർ ഓഫ് പാസിംഗ് മെൻഷൻ ചെയ്യണം. റോൾ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യണം. അതിനുശേഷം ആഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഞാൻ ഫില്ല് ചെയ്ത് കാണിക്കാൻ നോക്കൂ കുട്ടികളെ.
കുട്ടികളെ ക്വാളിഫയിങ് കോഴ്സ് 10th എക്സാമ്പിളായിട്ട് കാണിക്കുകയാണ് നമ്മുടെ കേഡറ്റിൻ്റെ ബോർഡ്, സ്റ്റേറ്റ് ബോർഡ്, ഇയർ ഓഫ് പാസിംഗ് 2022, റോൾ നമ്പർ ഇവിടെ നിങ്ങൾ കാണാം 6 ഡിജിറ്റ്, സർട്ടിഫിക്കറ്റ് നമ്പർ ഇവിടെ നിങ്ങൾക്ക് കാണാം 6 ഡിജിറ്റ്. അതിനുശേഷം ആഡ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. എല്ലാം ആഡായിട്ട് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്നതായിരിക്കും. ക്ലാസ്, യൂണിവേഴ്സിറ്റി നെയിം, ഇയർ, റോൾ നമ്പർ, സർട്ടിഫിക്കറ്റ് നമ്പർ, എഡിറ്റ് എല്ലാ ഓപ്ഷനും നിങ്ങൾക്ക് കാണാം. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് വരും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് എല്ലാം അപ്ഡേറ്റ് ചെയ്യണം. ഇംഗ്ലീഷ്, മാത്സ്, ഹിന്ദി, സയൻസ്, സോഷ്യൽ സയൻസ് എല്ലാം നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ കുട്ടികളെ. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ആണ് നമ്മുടെ എക്സാം സെൻറ്റർ. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിരിക്കണം. നെക്സ്റ്റ് ആണ് നമ്മുടെ എക്സാം സെൻറ്റർ. അതിനുശേഷം പിന്നെ ഓരോരോ ഓപ്ഷനേ ഉള്ളൂ പേയ്മെൻ്റ് ആണ്. എക്സാം സെൻറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് 5 എക്സാം സെൻറ്റർ ചൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റേറ്റ് എന്തായാലും കേരളം തന്നെയാണ്. കേരളത്തിലെ തന്നെ 5 എക്സാം സെൻറ്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നോക്കൂ 1, 2, 3, 4, 5. ഇവിടെ നിങ്ങൾക്ക് കാണാം സിറ്റി ഏതൊക്കെയാണെന്ന്. ഇത് ഫില്ല് ചെയ്ത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. നോക്കൂ കുട്ടികളെ, നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഫസ്റ്റ് ചോയ്സ് സ്റ്റേറ്റ് കേരള മെൻഷൻ ചെയ്യണം. അതിനുശേഷം സിറ്റി മെൻഷൻ ചെയ്യുക. പിന്നെ സെക്കൻഡ് ചോയ്സ് സ്റ്റേറ്റ് എന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്കവിടെ ലഭിക്കുന്നത്. നോക്കൂ കുട്ടികളെ, വളരെ ക്ലിയർ ആയിട്ട് കേരള. അതിനുശേഷം റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ സിറ്റി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കൊല്ലം ആണെങ്കിൽ കൊല്ലം ഒന്ന് മെൻഷൻ ചെയ്യുക. വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്ട് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിറ്റി വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. നോക്കൂ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം. കേരള, 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 കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ഇത് കണക്ക് 5 സിറ്റി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ. ഈ സിറ്റി ചൂസ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഓപ്ഷനാണ് ആപ്ലിക്കേഷൻ ഫിൽഡ് ബൈ. നിങ്ങൾ സെൽഫായിട്ടാണ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. ത്രൂ സൈബർ കഫേ ആണെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. അതർ ഏജൻസി ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം കോമൺ എൻട്രൻസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ലാംഗ്വേജ്, ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു അപ്ഡേറ്റ് കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ചൂസ് ചെയ്യാവുന്നതാണ്. മലയാളം വേണമെങ്കിൽ മലയാളം ചൂസ് ചെയ്യാം, ഉറുദു വേണമെന്നുണ്ടെങ്കിൽ ഉറുദു ചൂസ് ചെയ്യാം, അതേപോലെ ഇംഗ്ലീഷ് വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷും ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ കൂടുതലും കുട്ടികളുടെ അടുത്ത് പറയുന്നത് ഇംഗ്ലീഷ് ചൂസ് ചെയ്യാൻ തന്നെയാണ്. കാരണം അവിടെ ക്വസ്റ്റ്യൻ നമുക്ക് മലയാളത്തിൽ ലഭിക്കുമ്പോൾ പ്രോപ്പർ ലാംഗ്വേജിൽ നമുക്ക് ലഭിക്കത്തില്ല. അവിടെ മനസ്സിലാവും. ഒത്തിരി കുട്ടികൾക്ക് അബദ്ധം പറ്റാറുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ കുട്ടികളുടെ അടുത്ത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ എക്സാം എഴുതാൻ പരമാവധി നോക്കുക. ഈസി ആയിരിക്കും. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എക്സാം എഴുതാൻ പറ്റുന്നതായിരിക്കും മലയാളത്തിനെ കാട്ടി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷ് എങ്കിൽ ഇംഗ്ലീഷ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കും. ഇപ്പോൾ നിങ്ങളുടെ എല്ലാ അപ്ഡേറ്റ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നോക്കൂ കുട്ടികളെ, ബാക്കിലോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ കാണിക്കാം. നോക്കൂ, പേഴ്സണൽ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ചെയ്ത്, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്ത്, മിസ്ലിനിയസ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്ത്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്ത്, എക്സാം സെൻറ്റർ. അതിനുശേഷം ഫൈനൽ ഓപ്ഷനാണ് പേയ്മെൻറ്റ്. പേയ്മെൻറ്റിന് മുന്നേ നമ്മൾ ഇതുവരെ അപ്ഡേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി കാണിക്കും, റിവ്യൂ ചെയ്യും. അപ്പോൾ നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കണം എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്ന്. എങ്കിൽ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ എല്ലാത്തിൻ്റെയും റൈറ്റ് സൈഡിൽ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക കേട്ടോ. കാരണം ഇതേ കണക്ക് വീഡിയോ കേരളത്തിൽ വേറെ ആരും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ഫൈനൽ അപ്ഡേറ്റ് വരെ എത്തി. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, കാൻഡിഡേറ്റ്സ് നെയിം, ഫാദർ നെയിം, മദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് താഴോട്ട് വരാം. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ, കുട്ടികളെ നോക്കൂ, ചെക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക്. പിന്നെ പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാം. അതായത് ലാസ്റ്റ് പ്രൊസീജിയർ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പോയിട്ട് ചെയ്യാവുന്നതാണ്. ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാവുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മൾ ചെയ്യാൻ പോകുന്ന പേയ്മെൻറ്റ് ഓപ്ഷനാണ്. പേ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഇതേ രീതിയിൽ ഓപ്ഷൻ വരുന്നതായിരിക്കും. 250 rupees നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫൈനലി സബ്മിറ്റ് ആവുന്നതായിരിക്കും. ഇവിടെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾ എൻ്റർ മൊബൈൽ നമ്പർ ആഡ് ചെയ്യണം. അതിനുശേഷം ഇമെയിൽ ആഡ് ചെയ്യണം. ഏതെങ്കിലും ഒന്ന് മതി. ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം പേയ്മെൻറ്റ് ആവുന്നതായിരിക്കും. നിങ്ങളുടെ ഫോം സക്സസ്ഫുള്ളി സബ്മിറ്റ് ആവുന്നതായിരിക്കും. ക്ലിയർ? കേരളത്തിൽ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും ആഗ്രഹിച്ച രീതിയിൽ തന്നെ നമ്മൾ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോം ഫില്ലിംഗ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് പ്രൊസീജിയറാണ്. പരമാവധി നോക്കി വേണം നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ടുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കരുത്. ഈ ഫോം ഫില്ലിംഗ് സമയത്ത്, അതായത് സൈറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് തന്നെ AROയിൽ പോയിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഒത്തിരി കുട്ടികൾക്ക് അവരുടെ ചാൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ്? ഈ തവണ അവർ അപ്ലൈ ചെയ്യും, റാലി അറ്റൻഡ് ചെയ്യും, എല്ലാം ചെയ്യും. ഫെയിലാന്ന് വിചാരിക്കുക. അടുത്ത വർഷത്തിൽ തയ്യാറെടുക്കണമെന്ന് അവന് ആഗ്രഹമൊക്കെ ഉണ്ട്. അടുത്ത വർഷത്തേക്ക് തയ്യാറെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അവന്. ഈ വർഷം അവൻ തയ്യാറെടുത്ത്, എന്നിട്ട് ഈ വർഷം അവന് കിട്ടിയില്ല. അടുത്ത വർഷത്തേക്ക് അവൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
പക്ഷേ അവൻ്റെ യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡും മറന്നുപോയി. അതിനുശേഷം അടുത്ത വർഷം ഫോം ഫില്ല് ചെയ്യാൻ ചെല്ലുമ്പോഴായിരിക്കും അവൻ ഓർക്കുന്നുണ്ട് ആ യൂസർ നെയിം എന്തുവാ, പാസ്വേഡ് എന്തുവാ. ഒത്തിരി കുട്ടികൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. പിന്നെ ARL ചെന്നാൽ പോലും ഓപ്പൺ ആകാത്ത ചില കുട്ടികളുടെ അപ്ഡേറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം നിങ്ങൾ കാണിക്കരുത്. ഫോം ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിം, ആ മെയിൽ ഐഡിയുടെ യൂസർ നെയിമും പാസ്വേഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ എല്ലാം വളരെ ക്ലിയർ ആയിരിക്കണം. ക്ലിയർ ആയല്ലോ? എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ ഫൈനലി പറയാനുള്ളത്, ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു ഹൈ ബട്ടൺ ഉണ്ട്. ആ ഒരു ഹൈ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ആവുന്നതായിരിക്കും. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അത് മുഖേന അവർക്ക് ഫോം ഫില്ലിംഗ് ഈസി ആയിട്ട് ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഫൈനലി കുട്ടികളെ 2026 ആർമി റാലിയിലേക്കുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഫാക്കൽറ്റിയുടെ അപ്ഡേറ്റ്സ് കാണാം. ഫിസിക്സ് ടീച്ചർ, ബയോളജി, പിന്നെ ഞാൻ GK CA മാത്സ് എടുക്കുന്നതായിരിക്കും. ഹിസ്റ്ററി സാർ, പൊളിറ്റിക്സ്, മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, ഇത്രയും ഫാക്കൽറ്റീസാണ് നിങ്ങളുടെ ബാച്ചിനെ ലീഡ് ചെയ്യാൻ പോകുന്നത്. ടീം ആൻഡ്രൻ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ബാച്ചിൻ്റെ പേരാണ് കമാൻഡോ ബാച്ച്. ഈ ഒരു ബാച്ചിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ ട്രേഡിൻ്റെ ക്ലാസ്സുകളാണ് ലഭിക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. നോക്കൂ കുട്ടികളെ, ആർമി GDയുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, ട്രേഡ്സ്മാൻ അവൈലബിൾ ആണ്, ഓഫീസ് അസിസ്റ്റൻറ്റ് അഥവാ ക്ലർക്കിൻ്റെ അവൈലബിൾ ആണ്, ടെക്നിക്കൽ ട്രേഡിൻ്റെ അവൈലബിൾ ആണ്, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിൻ്റെ അവൈലബിൾ ആണ്. എല്ലാ ട്രേഡിൻ്റെയും ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കിട്ടും, ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽ കിട്ടും, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കയറി കാണാവുന്നതാണ്. പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ രാവിലെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കും. അതിനുശേഷം സിലബസ് അനുസരിച്ചിട്ടുള്ള പ്രോപ്പർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ റിവിഷനും സെപ്പറേറ്റ് മെൻറ്ററും എല്ലാം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചാൻസ് മിസ് ചെയ്യരുത്. ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2026 തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. കുട്ടികളെ ചാൻസ് ഒട്ടും മിസ്സാക്കരുത്. അതോടൊപ്പം കൂടിയുള്ള ഫൈനലി എനിക്ക് പറയാനുള്ളത്, ഈ എല്ലാ ട്രേഡിൻ്റെയും 50+ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ആർമി GD, NA, ട്രേഡ്സ്മാൻ, WMB എന്നീ ട്രേഡിൻ്റെ 50+ മോക്ക് ടെസ്റ്റ്, ടെക്നിക്കൽ ക്ലർക്ക് എന്നീ ട്രേഡിൻ്റെ 20+ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ ആയാലോ കുട്ടികളെ? മോക്ക് ടെസ്റ്റും ലഭിക്കും, സെപ്പറേറ്റ് ക്ലാസ്സുകളായിരിക്കും എല്ലാ ട്രേഡിനും ലഭിക്കാൻ പോകുന്നത്. 10th ബേസിലുള്ള ട്രേഡിന് 10th ക്ലാസ്, +2 ബേസിലുള്ള ട്രേഡിന് +2 ലെവലുള്ള ക്ലാസ്സുകളായിരിക്കും ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത്. വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ ഒരു ചാനൽ ജോയിൻ ചെയ്യുക. കറക്റ്റ് അപ്ഡേറ്റ് കറക്റ്റായിട്ട് എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. ഓഡിയോ ക്ലിപ്പായിട്ടും അതേപോലെ തന്നെ ഒഫീഷ്യൽ അപ്ഡേറ്റും ആയിട്ട്. ഫൈനൽ കുട്ടികൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഒഫീഷ്യൽ നമ്പറാണ്. വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാം. എന്ത് ഡൗട്ട് വേണമെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അക്കാഡമിയിലെ കോഴ്സ് റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിലും നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.